ബന്ധപ്പെട്ടവരും ജയിലിൽ കിടക്കുന്നവരുമെല്ലാം CPM-ന്റെ നേതാക്കന്മാരാണ് എന്നുള്ളത് വസ്തുതയാണ്. പേരുകാരൻ മുരാരി ബാബുവും ബൈജു KS സുധീഷ് കുമാറും വാസുവും പത്മകുമാറും അതോടൊപ്പം ശങ്കർദാസ് ഉൾപ്പെടെ എല്ലാവരും ജയിലിൽ കിടക്കുകയാണ്. സ്വർണം കട്ടതാണ് വിഷയം. ഇപ്പറയുന്ന വാജിവാഹനം കൊടുത്തു എന്ന് പറയുമ്പോൾ അത് കൊടുത്തവരുണ്ട്, അത് എടുത്തവരുണ്ട്. അത് പബ്ലിക്കായി ഒരു പൊതു ചടങ്ങിൽ വെച്ച് അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ടുള്ള CPM-ന്റെ നേതാവായിട്ടുള്ള ശ്രീ PK രാഘവൻ, അദ്ദേഹമാണ് അതിൻ്റെ ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള PK രാഘവൻ, അന്ന് XMLA, അദ്ദേഹമാണ് ദേവസ്വം ബോർഡ് മെമ്പർ. അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ സാന്നിധ്യത്തിലാണ് ഈ വാജിവാഹനം കൈമാറുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവിടെ തന്ത്രി ഒരു ക്ഷേത്രത്തിൽ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭരണപരമായ കാര്യത്തിൽ അല്ലെങ്കിൽ ആചാരപരമായ കാര്യത്തിൽ തന്ത്രിയാണ് പരമാധികാരി. സുപ്രീം കോടതിയിൽ വിധി സ്ത്രീകളെ കയറ്റണമെന്ന് വന്നപ്പോൾ ആ വിധി അവിടെ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തന്ത്രിയാണ്. തന്ത്രി ആചാരങ്ങൾ നിശ്ചയിക്കാനുള്ള അവകാശം തന്ത്രിക്കാണ്. ആ തന്ത്രിയുടെ അവകാശമാണ് അവിടെ നടന്നത്. സ്വാഭാവികമായും ഈ പറയുന്ന നിലനിൽക്കില്ല. കാരണം തന്ത്രി സമാജവുമായി നടത്തിയ ആശയവിനിമയത്തിന്റെയും കൂടിയാലോചനയുടെയും ഭാഗമായി 2012 പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ദേവസ്വം നിയമത്തിൽ മാറ്റം വരുത്തുന്നതും ദേവചൈതന്യം വീടുകിടക്കുന്ന അല്ലെങ്കിൽ ഏത് അത്തരം വസ്തുക്കളും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നും അത് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല എന്നും അത് ദേവസ്വം സ്വത്തായിരിക്കുമെന്നും പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എഴുതി ചേർത്ത നിയമമാണ്. ആ നിയമത്തിന്റെ നഗ്നമായ ലംഘനമായിരുന്നു അജയ് തറയിൽ വാജിവാഹനം പരസ്യമാണെങ്കിലും രഹസ്യമാണെങ്കിലും തന്ത്രിക്ക് കൈമാറിയതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അത് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനാണെന്നാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ആ കാര്യത്തിൽ രാഹുൽ ശരിയുമാണ്. ഗോപി ഒരു കാര്യം പറയട്ടെ. തന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് പറയുന്ന ഈ വാജിവാഹനം അദ്ദേഹത്തിന് കൈമാറി എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയുള്ളത്. തന്ത്രി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ലോഹമാണെങ്കിൽ ആചാര്യന്, മരമാണെങ്കിൽ ദഹിപ്പിക്കണം, കല്ലാണെങ്കിൽ ജലാശയത്തിൽ ചെയ്യണമെന്നാണ്. നമുക്കറിയാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഏത് ദൈവിക ചൈതന്യം അത് ആവാഹിച്ച് അങ്ങനെയല്ല ദേവസ്വം ബോർഡിന്റെ നിയമാവലിയിൽ പറയുന്നത്. റിജിൽ, അത് താങ്കൾ പറഞ്ഞത് ക്ഷേത്രതന്ത്ര സമുച്ചയത്തിലെ ഭാഗങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ നിയമാവലിയിൽ പറയുന്നത്. അതായത് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്ത്രി സമാജവുമായി നടത്തിയ ആശയവിനിമയത്തിന്റെയും കൂടിക്കാഴ്ചയുടെയും ഭാഗമായി ഉണ്ടാക്കിയ നിയമമാണ്. ഈ വസ്തുക്കളൊക്കെ തന്നെ ദേവസ്വം ബോർഡിന്റെ സ്വത്തമാണ്. ശബരിമലയിൽ മാത്രമല്ല, ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും അതാണെന്ന്. പിന്നെ താങ്കൾ പറയുന്നു തന്ത്രി ആചാരപ്രകാരം അത് വാങ്ങിയെന്ന്. രാഹുൽ ഈശ്വർ പറയുന്നു ഇത് ഈ ദേവസ്വം ബോർഡ് നിർബന്ധിച്ചു നൽകി പരസ്യമായിട്ട്, അതുകൊണ്ട് തന്ത്രിക്ക് വാങ്ങേണ്ടി വന്നു എന്ന്. ഏതായാലും അതിനകത്തൊരു നിയമലംഘനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയട്ടെ ശ്രീ ഗോപി, ഈ പറയുന്ന വിഷയത്തിനകത്ത് നിയമലംഘനം ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, ഞങ്ങൾക്ക് ഭയമില്ലല്ലോ. ഈ പറയുന്ന പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് മാത്രമല്ല 50 വർഷക്കാലത്തെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണം നടത്തിക്കോട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു ഭയമില്ലല്ലോ. ഈ പറയുന്ന ഹലോ കേൾക്കാമോ? പറയൂ. ഹലോ കേൾക്കാം. ഹലോ ഈ പറയുന്ന വാജിവാഹനം കൈമാറിയതുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അവിടെ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ സ്വർണം എത്ര കോടി രൂപയുടെ സ്വർണം, എത്ര കിലോ സ്വർണം മോഷ്ടിച്ചത് ആരാണ്, എവിടെയാണ്, അത് എവിടെ എന്ന് ഇതുവരെ കണ്ടെത്തിയോ? ഇവർ ജയിലിൽ കിടക്കുന്നു. അതിൻ്റെ ഉറവിടം കണ്ടെത്തിയിട്ടില്ലല്ലോ. ഈ പറയുന്ന അത്തരം വലിയ പ്രധാനപ്പെട്ട സംഭവം അവിടെ നടക്കുമ്പോൾ വാജിവാഹനം കൊടുത്തതാണ്, അതാണ് ഏറ്റവും വലിയ തട്ടിപ്പെന്ന് പറഞ്ഞ് ഇതിനെ സമീകരിക്കാനുള്ള ശ്രമം CPM നടത്തി കഴിഞ്ഞാലെന്നും ജനങ്ങൾ മുമ്പിൽ സ്വാഭാവികമായിട്ടും അതൊക്കെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. ജയിലിൽ കിടക്കുന്നവരെല്ലാം സഖാക്കൾ തന്നെയാണ്. നിങ്ങൾ ഈ പറയുന്നതിനകത്ത് എന്തൊക്കെ തെറ്റുണ്ടെങ്കിൽ ഈ പറയുന്ന വാജിവാഹനം എന്ന് പറയുന്ന ദൈവിക ചൈതന്യം മാറ്റി, പ്രത്യേകിച്ച് ദേവന്റെ മുതൽ കൊടുത്തു പോകുമ്പോൾ അതിന് അതിൽ ചൈതന്യം ആവാഹിച്ചിട്ടാണ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി അത് അവിടെ കൊടുത്തെങ്കിൽ തന്ത്രി ഏറ്റുവാങ്ങിയെങ്കിൽ തന്ത്രിക്ക് അത് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കില്ല തന്ത്രി ഏറ്റുവാങ്ങിയിട്ടുണ്ടാവുക. തന്ത്രിക്ക് പറ്റാത്ത കാര്യം, തന്ത്രിക്ക് വേണ്ടാത്ത കാര്യം തന്ത്രി ഏറ്റുവാങ്ങില്ലല്ലോ. തന്ത്രിക്കും കൂടി ബോധ്യപ്പെട്ടതാണ്. തന്ത്രി എന്ന് പറയുമ്പോൾ ആചാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് നിലപാട് പറയുന്ന ഒരാളാണ് ക്ഷേത്രത്തിനകത്ത്. ആ ക്ഷേത്രത്തിനകത്ത് അത്തരം കാര്യങ്ങൾ വരുന്നത് തന്ത്രിയുടെ പ്രത്യേകപരമായിട്ടുള്ള അവകാശമാണ്, അദ്ദേഹം അധികാരമാണ്. ആ അധികാരത്തെ അദ്ദേഹം അതൊക്കെ അന്വേഷണത്തിന് അതാണോ പ്രധാനപ്പെട്ട വിഷയം? അല്ല, പ്രധാനപ്പെട്ട വിഷയം അതല്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഞാനും യോജിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ആ വിഷയത്തിൽ നമ്മൾ മാറിപ്പോകേണ്ട കാര്യവുമില്ല. പക്ഷെ ഇതും ഒരു വിഷയമാണല്ലോ. കാരണം ഇതെല്ലാം കാലങ്ങളായി നടക്കുന്ന ശബരിമലയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണല്ലോ നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അതിലൊന്നാണ് 2017 ഈ കൊടിമരം, പഞ്ചലോഹ കൊടിമരം മാറ്റിസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യവും അതിൻ്റെ ഭാഗമായി വാജിവാഹനം കൈമാറിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതൊക്കെയായി കണ്ണി ചേർക്കപ്പെടുന്ന ഒന്നാണ്. പ്രധാന വിഷയം മറ്റത് തന്നെയാണ് റിജിൽ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്റെ ചോദ്യം വളരെ ലളിതമാണ്. താങ്കൾ കുറ്റപ്പെടുത്തുന്നത് തന്ത്രി കണ്ഠര് രാജീവരെയാണ്. എന്തറിയോ
തന്ത്രി കണ്ഠരര് രാജീവരെയാണോ കുറ്റപ്പെടുത്തുന്നത്? അല്ല ശ്രീ ഗോപി, ഞാൻ ഒരു കാര്യം ഞാൻ അതിലേക്കാണ് വരുന്നത് ശ്രീ ഗോപി. യഥാർത്ഥത്തിൽ അവിടെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ അന്വേഷണം നടത്തണം. തന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ അന്വേഷിക്കപ്പെടണം, മന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ അന്വേഷിക്കപ്പെടണം. ഈ പറയുന്ന ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ എല്ലാ കാര്യവും അന്വേഷിക്കണം എന്നുള്ളതാണ്. തന്ത്രി മാത്രം കുറ്റക്കാരനാക്കി മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ മാറ്റി നിർത്താൻ ശ്രമം നടത്തുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഉപ്പ് തിന്നവർ ആരായാലും വെള്ളം കുടിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അത് തന്ത്രിയായാലും മന്ത്രിയായാലും ഈ പറയുന്ന ആളുകൾ ആരായാലും അവർക്കെതിരെ അന്വേഷണം നടക്കണം. അതിനകത്ത് ഞങ്ങൾ ആരെയും പ്രത്യേകിച്ച് പിന്നെ അവർ കുറ്റക്കാരല്ല എന്ന് ഞങ്ങൾ ആരും പറയാൻ തയ്യാറല്ല. കാരണം അന്വേഷണം നടക്കുന്ന ഒരു കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവരൊക്കെ ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായി അതിന്റെ യഥാർത്ഥ അന്വേഷണം വരട്ടെ. ഇത് തന്ത്രിയിൽ അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. വാജിവാഹനമാണ് പ്രശ്നം. 98 UB ഗ്രൂപ്പ് ശബരിമല സന്നിധാനത്ത്, അതായത് ഈ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിന്റെ മേൽക്കൂര, ദ്വാരപാലക ശില്പങ്ങൾ, വാതിൽപ്പടി, വാതിൽ പിന്നെ കട്ടിള, ഇതിനൊക്കെ എന്ത് സംഭവിച്ചു? പിന്നീട് ഇതെങ്ങനെ ചെമ്പ് തെളിഞ്ഞു? പിന്നെ ഇതെങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി? ഇതിനൊക്കെ എന്ത് സംഭവിച്ചു? ഇതിലെ കോടികളുടെ ബിസിനസ് ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? ഒക്കെ അന്വേഷിക്കണം. അതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ റിജിൽ. അതിനകത്തൊന്നും ഒരു മാറ്റവുമില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ തട്ടിപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന മറ്റൊന്നാണ് വാജി വാഹനം കൈമാറ്റം ചെയ്യപ്പെട്ട കാര്യം. ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നു ആ വാജി വാഹനം ഒന്നും ചെയ്തിട്ടില്ല, തന്ത്രിയുടെ കയ്യിലുണ്ടെന്നാണ്. പക്ഷെ അവിടെ അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്ന ബോർഡ് തീരുമാനിച്ച നിയമാവലിക്ക് വിരുദ്ധമായിട്ടാണ് അജയ് തറയിലെ സാന്നിധ്യത്തിൽ ഇത് കൈമാറിയിരിക്കുന്നത്. അതൊരു പ്രശ്നമല്ലാന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകും. അജയ് തറയിൽ മാത്രമല്ല പി കെ രാഘവൻ എന്ന് പറയുന്ന പിന്നെ CPM-ന്റെ മുൻ MLA ദേവസ്വം ബോർഡ് മെമ്പർ, അദ്ദേഹം അതിനകത്തുണ്ടായിരുന്നു. അതുമാത്രം ഹൈക്കോടതി അമിക്കസ് ക്യൂറി ആയിട്ടുള്ള SPK കുറുപ്പ്, ആ SPK കുറുപ്പിന്റെ സാന്നിധ്യത്തിലാണ് ഇത് കൈമാറുകയും ഇത് കൃത്യമായി ഹൈക്കോടതിയിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി ആരും അറിയാതെ, ആരും കാണാതെ, ആരും കേൾക്കാതെ എല്ലാം ഇത് നടന്നത് ഈ പറയുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഈ വാജി വാഹനം ആർക്ക് കൈമാറുന്നത്, തന്ത്രിക്ക് കൈമാറുന്നത്. ലളിതമാണ്, വളരെ ലളിതമായി പറഞ്ഞാൽ ഏറെ വർഷങ്ങൾ പഴക്കമുള്ള, കേട്ടോ റിജിൽ മാക്കുറ്റി, ഇപ്പൊ അറിയേണ്ട ആൾക്കാർ അറിയേണ്ടതാണ്, വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഏതാണ്ട് 11 കിലോയോളം തൂക്കം വരുന്ന, ഭാരം വരുന്ന, പഞ്ചലോഹത്തിൽ നിർമ്മിച്ചിരിക്കുന്ന, സ്വർണം പൊതിഞ്ഞിരിക്കുന്ന വാജി വാഹനം ദേവസ്വത്തിന് കൈമാറാതെ, ഞാനത് ആവർത്തിക്കുകയാണ്, ദേവസ്വത്തിന്റെ കൈവശം ഉണ്ടാകേണ്ടുന്ന, ദേവസ്വത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ടാകേണ്ടുന്ന ആ വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയത് എന്തുകൊണ്ട്? അതിനകത്തെ താല്പര്യങ്ങൾ എന്താണ്? അതിൽ തന്ത്രിക്ക് എന്തെങ്കിലും മറ്റ് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം പരിശോധിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഫോർ യുവർ ഇൻഫർമേഷൻ, റിജിൽ മാക്കുറ്റി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.